മെക്കാനിക്സ് ഓഫ് സോളിഡ്സ് എന്ന പാർട്ടിൽ ഒരു ടോർഷൻ എന്നുള്ള ടോപ്പിക്കാണ് നമ്മൾ ഈ ലെക്ചറിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത്. അതിൻ്റെ കോൺസെപ്ച്വൽ തിയററ്റിക്കൽ പാർട്സാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. സോ ടോർഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഓക്കെ, സോ ടോർഷൻ എന്ന് പറയുന്നത് മെയിൻലി സർക്കുലർ അല്ലെങ്കിൽ റെക്റ്റാങ്കുലർ ഷാഫ്റ്റുകളിലാണ് ഇത് മെയിനായിട്ട് വരുന്നത്. സോ ഷാഫ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? എന്തിനാണ് ഒരു ഷാഫ്റ്റ് യൂസ് ചെയ്യുന്നത്? ഷാഫ്റ്റ്സ് ആർ നത്തിങ് ബട്ട് മെഷീൻ എലമെൻറ്റ്സ് വിച്ച് ആർ യൂസ് ടു ട്രാൻസ്മിറ്റ് പവർ ഇൻ മെഷീൻസ്. അല്ലേ, മെഷീൻസിൽ നമ്മൾ പവർ ട്രാൻസ്മിറ്റ് ചെയ്യാൻ, ഇപ്പോൾ നമ്മളൊരു വെഹിക്കിൾ ഉണ്ടെങ്കിൽ അതിൻ്റെ രണ്ട് സൈഡിൽ വീൽസ് ഉണ്ട്. ഈ വീലിൽ നിന്നുള്ള പവർ, ഇത് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഇതിൽ നിന്നുള്ള പവർ ബാക്ക് ടയറിലേക്ക് അല്ലെങ്കിൽ അതിൻ്റെ ഡിഫറൻഷ്യൽ എന്ന് പറഞ്ഞിട്ടുള്ള സെക്ഷനിലേക്ക് കൺവേർട്ട് ചെയ്യാൻ നമ്മൾ ഷാഫ്റ്റ് എന്നുള്ള മെഷീൻ എലമെൻറ്റ്സ് ആണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, സോ ഷാഫ്റ്റ്സ് പലതരത്തിലുള്ള ഷാഫ്റ്റ്സ് ഉണ്ടാവും. സർക്കുലർ ഷാഫ്റ്റ്സ്, റെക്റ്റാങ്കുലർ, ടാപ്പേർഡ് ആയിട്ടുള്ള ഷാഫ്റ്റ്സ്, എല്ലാ തരം ഷാഫ്റ്റ്സും ഉണ്ടാവും. നമ്മൾ ടോർഷനിൽ നമ്മുടെ സിലബസ് വൈസ് നോക്കിക്കഴിഞ്ഞാൽ മെയിൻലി സർക്കുലർ ഷാഫ്റ്റ്സ് മാത്രമാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം. ഓക്കെ, റെക്റ്റാങ്കുലർ ഷാഫ്റ്റ്സിന് അല്ലെങ്കിൽ ടാപ്പേർഡ് ഷാഫ്റ്റ്സിൻ്റെയും പ്രോപ്പർട്ടീസൊക്കെ വ്യത്യാസമുണ്ട്. ബട്ട് ഹിയർ നമ്മൾ സർക്കുലർ ഷാഫ്റ്റ്സിൽ മാത്രമാണ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. ഓക്കെ, സോ ടോർഷൻ is experienced when force on a rod is applied to twist or turn the shaft or rod. അതായത് ഇതാണ് ഒരു ഷാഫ്റ്റ് എങ്കിൽ ഈ ഷാഫ്റ്റിനെ നമ്മൾ ട്വിസ്റ്റ് ചെയ്യുക. കണ്ടോ, അപ്പോൾ ഇത് ഞാൻ ട്വിസ്റ്റ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കണം? ആ ഒരു ഷാഫ്റ്റ് ഇവിടെ ടേൺ, നമ്മളൊരു ഫോഴ്സ് ഞാൻ ഇങ്ങനെ ടാൻജൻഷ്യലായിട്ട് കൊടുക്കുകയാണ്. ഓക്കെ, സോ ഈ ഫോഴ്സ് കാരണം ഈ ഷാഫ്റ്റിന് ഒരു ട്വിസ്റ്റ് ഉണ്ടാവുന്നു. അതായത് നമ്മൾ ഈ ഫോഴ്സ് ഇങ്ങനെ കൊടുക്കുമ്പോൾ ഇതിനൊരു ട്വിസ്റ്റിംഗ് മൊമെൻ്റ് ഉണ്ടാവും. ഓക്കെ, അതുകൊണ്ടുണ്ടാവുന്ന എഫക്റ്റിനെയാണ് നമ്മൾ ടോർഷൻ എന്ന് പറയുന്നത്. ഷാഫ്റ്റ്സ് വെൻ അസോസിയേറ്റഡ് വിത്ത് ട്വിസ്റ്റിംഗ് മൊമെൻറ്റ്സ് ഓർ ടോർക്സ് പ്രൊഡ്യൂസസ് ടോർഷൻ. ട്വിസ്റ്റിംഗ് മൊമെൻ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ ടാൻജൻഷ്യൽ ഫോഴ്സ് കൊടുക്കുമ്പോൾ ഇപ്പോൾ ഇവിടെ ഈ ഡയറക്ഷനിൽ നമ്മളൊരു ഫോഴ്സ് കൊടുക്കുമ്പോൾ ഇതിന് ഇങ്ങോട്ട് റൊട്ടേറ്റ് ചെയ്യുക അല്ലെങ്കിൽ ട്വിസ്റ്റ് ചെയ്യാനുള്ളൊരു എഫക്റ്റ് ഉണ്ട്. റൊട്ടേറ്റ് ചെയ്യില്ല, പ്യുവർലി ട്വിസ്റ്റ് ചെയ്യും. ആ ഒരു എഫക്റ്റിനെയാണ് നമ്മൾ ടോർക്ക് എന്ന് പറയുന്നത്. അതുകൊണ്ടുണ്ടാവുന്ന എഫക്റ്റിനെയാണ് നമ്മൾ ടോർഷൻ എന്ന് പറയുന്നത്. ട്വിസ്റ്റിംഗ് മൊമെൻ്റ് എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ്? ടോർക്ക്. ഓക്കെ, സോ ജനറലി ഈ ഒരു ഷാഫ്റ്റിൽ ഈ അപ്ലൈ ചെയ്യുന്ന ഈ ഡയഗ്രത്തിൽ ഇതൊരു ഷാഫ്റ്റ് ആണെങ്കിൽ ഇതിൽ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സ്, ഇങ്ങോട്ടൊരു ഫോഴ്സ് ഇങ്ങോട്ടൊരു ഫോഴ്സ്, അതായത് ആൻറ്റി ക്ലോക്ക് വൈസ് ഇതിന് റൊട്ടേഷൻ കൊടുക്കുകയാണെങ്കിൽ ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ഈ ഫോഴ്സ് അപ്ലൈഡിനെ ടോർക്ക് കണ്ടുപിടിക്കണമെങ്കിൽ എന്താണ്? ടോർക്ക് എന്ന് പറഞ്ഞാൽ ട്വിസ്റ്റിംഗ് മൊമെൻ്റ് ആണ്. വെറും മൊമെൻ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? മെക്കാനിക്സിൻ്റെ ലെക്ചേഴ്സിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. മൊമെൻ്റ് ഈസ് നത്തിങ് ബട്ട് ഫോഴ്സ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. സോ ഇങ്ങനത്തെ ഒരു ഫോഴ്സിൻ്റെ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ വിത്ത് റെസ്പെക്ട് ടു ഇറ്റ് സെൻറ്റർ, അല്ലെ സെൻട്രോയിഡൽ ആക്സിസിൻ്റെ, ഇതാണ് സെൻട്രോയിഡൽ ആക്സിസ് എന്ന് പറഞ്ഞു വരിക. ഓക്കെ, എൻ്റെ സെൻട്രൽ ആക്സിസിലേക്കുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് അതിൻ്റെ റേഡിയസ് ആണ്. സോ ടോർക്ക്, ഈ പോയിന്റിലുള്ള ടോർക്ക് എന്ന് പറഞ്ഞാൽ ഇവിടെ അപ്ലൈ ചെയ്ത ഫോഴ്സ് ഇൻറ്റു അതിൻ്റെ ഡിസ്റ്റൻസ് ടു ദി സെൻറ്റർ, ഫോഴ്സ് ഇൻറ്റു റേഡിയസ്. ഓക്കെ, സോ ഹോപ്പ് ടോർക്ക് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഓക്കെ, നൗ ഇനി ടോർഷനിൽ നടക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് നമുക്ക് നോക്കി നോക്കാം. ഓക്കെ, സോ ഇതൊരു ഷാഫ്റ്റാണ്. ഈ ഷാഫ്റ്റിൻ്റെ ഒരു സൈഡിൽ ഞാൻ ഒരു ടോർക്ക്, ട്വിസ്റ്റിംഗ് മൊമെൻ്റ് അല്ലെങ്കിൽ ടോർക്ക് അപ്ലൈ ചെയ്തു. സോ ഈ ഒരു സൈഡിൽ മാത്രം ഞാൻ ഇതിനെ ഒരു ഫോഴ്സ് വെച്ച് അല്ലെങ്കിൽ ട്വിസ്റ്റിംഗ് മൊമെൻ്റ് അപ്ലൈ ചെയ്തു അല്ലെങ്കിൽ ടോർക്ക് കൊടുത്തു. ഓക്കെ, സോ ഇനീഷ്യലി ഞാനിവിടെ 4 പോയിൻറ്റ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്, 1 2 3 4 എന്ന് പറഞ്ഞിട്ടുള്ള. സോ ഇവിടെ ഈ ട്വിസ്റ്റിംഗ് മൊമെൻ്റ് അല്ലെങ്കിൽ ടോർക്ക് കൊടുക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു? ഈ 1 എന്നുള്ള പൊസിഷൻ ഇവിടെ നിന്ന് ഇവിടേക്ക് മാറുന്നു. ഓക്കെ, 1' എത്തുന്നു. ഓക്കെ, അതേപോലെ 2 ഇവിടെ ആയിരുന്നത് 2' ഇവിടേക്ക് എത്തി, 3 3' ആയി, 4 4' ആയി. ഓക്കെ, അപ്പം മൊത്തത്തിൽ എന്ത് സംഭവിക്കുന്നു? പ്രൊവൈഡഡ്
ഈ ഒരു ഭാഗത്ത് ഞാൻ ഫിക്സ് ചെയ്തിട്ട് എന്നിട്ടാണ് ഇവിടെ ഇതിന് റൊട്ടേഷൻ കൊടുക്കുന്നത് എങ്കിൽ ഈ 1 2 3 4 എന്നുള്ള പോയിന്റ്സ് മാറി 1 2 ഇവിടെ ഒരു ട്വിസ്റ്റ് നടക്കുന്നു. ഓക്കെ, ഒന്നുകൂടി അതിനെ അനലൈസ് ചെയ്യുകയാണെങ്കിൽ ഇപ്പം ഇതിൻ്റെ ത്രൂ ഔട്ട് ലെങ്ത്ത് ഞാൻ ഒരുപാട് സെക്ഷൻസ് ആയിട്ട് അതിനെ ഡിവൈഡ് ചെയ്തു. ഓക്കെ, ഇപ്പം നമുക്ക് അങ്ങനെ ഡിവൈഡ് ചെയ്യുമ്പോൾ ഇവിടെ റെക്റ്റാങ്കുലർ സെക്ഷനാണ് കിട്ടുന്നത് എന്ന് വിചാരിക്കാം. സോ ഇതൊരു റെക്റ്റാങ്കുലർ സെക്ഷൻ ആണെങ്കിൽ ആഫ്റ്റർ അപ്ലൈയിങ് ട്വിസ്റ്റിംഗ് മൊമെൻ്റ് അല്ല ആഫ്റ്റർ ഹാവിങ് ട്വിസ്റ്റിംഗ് മൊമെൻ്റ് അല്ലെങ്കിൽ ടോർക്ക് അപ്ലൈ ചെയ്തതിന് ശേഷം ഇതിൻ്റെ ഷേപ്പ് എന്ന് പറയുന്നത് മാറി അല്ലേ? കാരണം എന്താണ്, ഇപ്പോൾ ഇവിടെ ഇതിനെ ഇങ്ങനെ കൊടുക്കുമ്പോൾ ഈ ഒബ്ജക്റ്റ് ഇങ്ങനെ ട്വിസ്റ്റ് ആവണം. അപ്പം എല്ലാ മെമ്പേഴ്സും ട്വിസ്റ്റ് ആവണം. അപ്പം ട്വിസ്റ്റ് ആകുമ്പോൾ എന്താ, ഇവിടെ ഇതിൻ്റെ 4 സൈഡിലും ഷിയർ സ്ട്രെസ് ആക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പം അതുകൊണ്ട് എന്താ ഇവിടെ ഇപ്പോൾ റെക്റ്റാങ്കിളോ അല്ലെങ്കിൽ സ്ക്വയർ ആയ ഒരു ഒബ്ജക്റ്റ് ഇവിടെ ഒരു ക്വാഡ്രിലേറ്റർ അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു പാരലോഗ്രാം ആവാം. അങ്ങനത്തെ ഒരു ചേഞ്ച് ഇവിടെ സംഭവിച്ചിരിക്കുന്നു, ഒരു ട്വിസ്റ്റ് ഉണ്ടായിട്ടുണ്ട്. സോ ടോർക്ക് ഇൻ ഷാഫ്റ്റ് കോസസ് ഷിയർ സ്ട്രെസ് ആസ് വെൽ ആസ് ട്വിസ്റ്റിംഗ് ഓഫ് ഷാഫ്റ്റ്. ഓക്കെ, അപ്പോൾ ഈ ഷിയർ സ്ട്രെസ്സാണ് ഇവിടെ മെയിൻ തിങ്. ഷിയർ സ്ട്രെസ് ഉണ്ടാവുന്നു അല്ലെങ്കിൽ ട്വിസ്റ്റിങ്ങും ഉണ്ടാവുന്നു. ഓക്കെ, അത് ട്വിസ്റ്റിംഗ് എന്ന് പറയുന്നത് എന്താ ഉദ്ദേശിക്കുന്നത്, ഇപ്പോൾ ഇങ്ങനെയുള്ള ഒരു ഒബ്ജക്റ്റിനെ നമ്മൾ ഇവിടുന്ന് ഇങ്ങോട്ട് ട്വിസ്റ്റായി, ഇത് ഇങ്ങനെ ഉണ്ടായിരുന്നത് ഇങ്ങനെ ചെരിഞ്ഞു അല്ലേ, ഷിയർ സ്ട്രെസ് കാരണം. അപ്പോൾ എന്തായി, ഒരു തീറ്റ ആംഗിളിൽ ഇതിന് ഒരു ഷിയറിങ് ഉണ്ടായിട്ടുണ്ട്. ഓക്കെ, സോ ഈ ഷിയർ സ്ട്രെയിൻ ഇതാണ് സ്ട്രെയിൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ചേഞ്ച് ഇൻ ലെങ്ത്. സ്ട്രെയിൻ എന്ന് പറയുന്നത് എന്താണ്, ഈ ആംഗിളാണ്. ഓക്കെ, ഷിയർ സ്ട്രെയിൻ എന്ന് പറയുന്നത് ഈ ആംഗിളാണ്, ഇതിൽ നിന്ന് ഇതിലേക്ക് ഇത്രയും ആംഗിളാണ് ഇതിൻ്റെ ചേഞ്ച് ഉണ്ടായിട്ടുള്ളത്, സ്ട്രെയിൻ ഉണ്ടായിട്ടുള്ളത്. ഓക്കെ, ഇപ്പോൾ ഈ ഡയഗ്രാംസിലൂടെ ഒരു ടോർഷൻ എന്താണ്, ട്വിസ്റ്റ് നടന്നത് എങ്ങനെയാണ് എന്ന് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കണം. ഓക്കെ, നൗ പ്യുവർ ടോർഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഓക്കെ, shaft subjected to two equal and opposite torque at its ends without subjected to bending moment, shear or axial force, shaft is said to be in pure torsion. Okay, അപ്പോൾ എന്താണ്, ഇവിടെ ഒരു ഷാഫ്റ്റിൽ 2 സൈഡിലും ഈക്വൽ മാഗ്നിറ്റ്യൂഡിലുള്ള എന്നാൽ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഉണ്ടാവുന്ന ടോർക്ക് വരികയാണെങ്കിൽ അല്ലെങ്കിൽ ആ ടോർക്ക് മാത്രമേ ഉള്ളൂ എങ്കിൽ അതിനെയാണ് നമ്മൾ പ്യുവർ ടോർഷൻ. അതായത് ഞാൻ ഈ ഒരു സൈഡിൽ ഇതിനെ ഇങ്ങോട്ട് തിരിക്കുന്നു, ഇതിനെ ഈ ഭാഗത്തേക്ക് തിരിക്കുന്നു, വേറെ ഒരു തരത്തിലുള്ള ഫോഴ്സസ് ഇതിൻ്റെ മുകളിൽ പെർപെൻഡിക്കുലർ ഫോഴ്സസ് ഇല്ല, ആക്സിയൽ ഫോഴ്സസ് ഇല്ല, അതുകൊണ്ടുണ്ടാകുന്ന സ്ട്രെസ്സസ് ഇല്ല, ബെൻഡിങ് മൊമെൻറ്റ് ബെൻഡ് ചെയ്യുന്നില്ല. ഇത് ഓൺലി എന്താണ്, ഇത് ട്വിസ്റ്റിംഗ് മാത്രമേ നടക്കുന്നുള്ളൂ. ഓക്കെ, ഇപ്പോൾ ഒരു സ്മോൾ എക്സാമ്പിൾ ഞാൻ പറയുകയാണെങ്കിൽ നമ്മളൊരു ടവലിനെ ഇങ്ങനെ പിടിച്ച് ഇങ്ങനെ തിരിക്കുകയാണെങ്കിൽ, ഓക്കെ, അപ്പോൾ ഇവിടെ വേറെ സ്ട്രെസ്സസ് ഒന്നും, ഇത് ഒരു ടവലിനെ ഇങ്ങനെ തിരിക്കുകയാണെങ്കിൽ തന്നെ ഇറ്റ്സ് എ വെരി ഗുഡ് എക്സാമ്പിൾ ഓഫ് ടോർഷൻ. അതിൽ തന്നെ ബെൻഡിങ് മൊമെൻറ്റോ ഷിയറോ ആക്സിയൽ ഫോഴ്സോ അങ്ങനത്തെ വേറെ ഒന്നും അതിനെ എൻഹാൻസ് ചെയ്യുന്നില്ല എങ്കിൽ അതിനെ നമ്മൾ പ്യുവർ ടോർഷൻ എന്ന് പറയും. ഓക്കെ, സോ ഈ ടോർഷൻ എന്ന് പറഞ്ഞതിന് കൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങൾ അല്ലെങ്കിൽ എന്താണ് ടോർഷൻ്റെ എഫക്ട്സ് എന്നുള്ളതാണ് നോക്കുന്നത്. സോ ടോർഷൻ ക്രിയേറ്റ്സ് ഡിസ്റ്റോർഷൻ, സ്ട്രെസ് ഓൺ ഷാഫ്റ്റ് ആൻഡ് ലീഡ്സ് ടു ഇറ്റ്സ് ഇവൻച്വൽ റപ്ചർ. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞത് തന്നെ, ഇപ്പോൾ ഇങ്ങനെ ഒരു ഒബ്ജക്റ്റിനെ നമ്മൾ ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ ഉണ്ടാവുക, ഇതിൻ്റെ സ്ട്രെസ്സ് കൂടി ഇതിനൊരു ഡിസ്റ്റോർഷൻ ഉണ്ടാവും, ഇതിൻ്റെ സ്ട്രെസ്സസ് കൂടും, അപ്പോൾ ഇതിന് ഡിസ്റ്റോർഷൻ ഉണ്ടാവും. അതായത് ഡിസ്റ്റോർഷൻ എന്ന് പറഞ്ഞാൽ അത് കേടുവരും അല്ലേ, അല്ലെങ്കിൽ ഇത് ക്രാക്ക് ഉണ്ടാവാം, ക്രാക്ക് പ്രൊപ്പഗേറ്റ് ചെയ്യാം അല്ലേ. ആൻഡ് കോസസ് ലോസ് ഓഫ് എനർജി. ടോർഷൻ കാരണം ഇതിൽ ഉണ്ടാകുന്ന, ഇപ്പോൾ ഒരു ഒബ്ജക്റ്റ് ഇങ്ങനെ അതിൻ്റെ എനർജി സ്റ്റോർ ചെയ്തിട്ടുണ്ട്, അതിനെ നമ്മൾ ടോർഷൻ അല്ലെങ്കിൽ ഒരു ടോർക്ക് അപ്ലൈ ചെയ്യുമ്പോൾ ഇതിൻ്റെ എനർജി ലോസ് ആവാണ്. കാരണം സ്ട്രെയിൻ ഉണ്ടാവാം, പല ട്വിസ്റ്റുകൾ ഉണ്ടാവാം, അതുകൊണ്ട് അതിൻ്റെ എനർജി അത്രയും ലോസ് ആവുന്നു. ഓക്കെ, സോ ഒന്നുകൂടിയും മെയിൻ പോയിന്റ് എന്ന് പറഞ്ഞാൽ ഷാഫ്റ്റ് അണ്ടർഗോയിങ് ട്വിസ്റ്റിംഗ് മൊമെൻറ്റ് അല്ലെങ്കിൽ ടോർക്ക്
എവറി ക്രോസ് സെക്ഷൻ ഓഫ് ഷാഫ്റ്റ് വിൽ ബി അണ്ടർ ഷിയർ സ്ട്രെസ് അല്ലേ. ഇപ്പോൾ ട്വിസ്റ്റിംഗ് മൊമെൻ്റ് ഞാൻ ഒരു ഭാഗത്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ എന്താ ഉണ്ടാവണം, ഒരു മെറ്റീരിയൽ മറ്റൊരു മെറ്റീരിയലുമായിട്ട് ഷിയറിങ്, ഒരു റബ്ബിങ് അല്ലെങ്കിൽ ഷിയറിങ് നടക്കുന്നു. സോ മെയിൻ തിങ് വിച്ച് ഈസ് അസോസിയേറ്റഡ് ഈസ് ഷിയർ സ്ട്രെസ്. ഓക്കെ ഓക്കെ. നൗ അടുത്തത് പാരാമീറ്റേഴ്സ് ഓഫ് ടോർഷൻ. ഓക്കെ, സോ എന്തൊക്കെയാണ് പാരാമീറ്റേഴ്സ്? ഒരു ടോർഷൻ ഉണ്ടാവുമ്പോൾ അതിൽ ഉണ്ടാകുന്ന പാരാമീറ്റേഴ്സ് എന്തൊക്കെയാണ്? ഓക്കെ, സോ ഫസ്റ്റ് തിങ്, ഇപ്പോൾ ഈ ഒരു ഒബ്ജക്റ്റ് ഒരു സൈഡ് ഫിക്സഡ് ആണ്, മറ്റേ സൈഡിൽ നമ്മളൊരു ടോർക്ക് കൊടുക്കുന്നു. അപ്പം അങ്ങനെയാണെങ്കിൽ ഇതിൽ ഫസ്റ്റ് ഓഫ് ഓൾ എന്താണ്, ഇവിടെ ടോർക്ക് അപ്ലൈ ചെയ്യുന്നുണ്ട് അല്ലേ. അപ്പോൾ അതൊരു പാരാമീറ്ററാണ്. ടോർഷൻ എന്നുള്ള എഫക്റ്റിന് ടോർക്ക് വളരെ പ്രധാനമാണ്, ടോർക്ക് ടി. സെക്കൻഡ് വൺ ഈസ് ഡയമീറ്റർ ഓഫ് ഷാഫ്റ്റ്. ഓക്കെ, അപ്പോൾ ഡയമീറ്റർ എത്രത്തോളം വലുതാണോ ചെറുതാണോ എന്നുള്ളതൊക്കെ ടോർഷൻ്റെ എഫക്റ്റിനെ ബാധിക്കും. ചെറിയതാണെങ്കിലും വലുതാണെങ്കിലും അതിന് വ്യത്യാസം ഉണ്ടാവും. ആംഗിൾ ഓഫ് ട്വിസ്റ്റ് എന്താണ്, എത്രത്തോളം ആംഗിളാണ് ട്വിസ്റ്റ് ആവുന്നത്. അതായത് ഈ കേസിൽ ഇനീഷ്യലി ഒരു സർക്കുലർ ആയിട്ടുള്ള ഈ പാർട്ടിൽ നിന്ന് എന്താണ് ഒരു പോയിന്റ് ഞാൻ എം എന്നുള്ള പോയിന്റ് ഞാൻ നോട്ട് ചെയ്തു. ആൻഡ് അത് കഴിഞ്ഞിട്ട് ഞാൻ ഈ ടോർക്ക് അപ്ലൈ ചെയ്യുന്നു ഇവിടെ. അപ്പോൾ ആ പോയിന്റ് എം എന്ന് മുമ്പേ ഉണ്ടായിരുന്ന പോയിന്റ് ട്വിസ്റ്റ് ചെയ്തിട്ട് ഒരു എം ഡാഷ് എന്ന പോയിന്റിലേക്ക് എത്തുന്നു. ഓക്കെ റൈറ്റ്. ഇപ്പം ഇവിടെ ഒരു പോയിന്റിൽ നിന്ന് ഞാൻ ട്വിസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഉണ്ടായിരുന്ന പോയിന്റ് സി, ഇപ്പം ഇവിടെ ഞാനൊരു പോയിന്റ് മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ, ഇത് ഞാൻ ഇവിടെ ഒരു കപ്പിൾ കൊടുത്തു കഴിഞ്ഞാൽ അല്ല ടോർക്ക് കൊടുത്തു കഴിഞ്ഞാൽ ആ പോയിന്റ് മാറിയില്ലേ. ഓക്കെ, എത്രയോ ഡിഗ്രി അത് മാറി. ഓക്കെ, സോ അതിനെയാണ് നമ്മൾ, ആ ആംഗിളിനെയാണ് നമ്മൾ ആംഗിൾ ഓഫ് ട്വിസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, തീറ്റ എമ്മിൽ നിന്ന് എം ഡാഷിലേക്ക് പോകുമ്പോൾ അതിൻ്റെ ഇടയിലുള്ള ആംഗിളിനെയാണ് നമ്മൾ ആംഗിൾ ഓഫ് ട്വിസ്റ്റ് എന്ന് പറയുന്നത്. സോ ഇതാണ് മെയിൻ ആയിട്ടുള്ള 3 പാരാമീറ്റേഴ്സ്. ഇനി എന്തൊക്കെ കാര്യങ്ങൾ ടോർഷനെ എഫക്റ്റ് ചെയ്യുന്നുള്ള ടോർഷൻ ഇക്വേഷനിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, ഈ 3 കൂടാതെ ഓഫ് കോഴ്സ് ഒരു മെറ്റീരിയലിൻ്റെ പ്രോപ്പർട്ടീസ് സ്വാഭാവികമായിട്ടുണ്ടാവും. ഓരോ മെറ്റീരിയൽസിനും അതിന് എഫക്റ്റ് ചെയ്യുന്ന ടോർഷൻ എന്ന് പറയുന്നത് ഡിപ്പെൻഡ്സ്. ഓക്കെ, മാറും. സോ ഡിസ്പ്ലേസ്മെൻറ്റ് ഹാപ്പൻസ് ഇൻ ഷാഫ്റ്റ് സേ ഫ്രം പോയിന്റ് എം ടു എം ഡാഷ് അല്ലേ. നമ്മൾ ഒരു ടോർക്ക് അപ്ലൈ ചെയ്യുമ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റ് ഉണ്ടാകുന്നു. എമ്മിൽ നിന്ന് എം ഡാഷ് എന്ന പോയിന്റിലേക്ക് ഡിസ്പ്ലേസ്മെൻറ്റ് സംഭവിക്കുന്നു. ഓക്കെ, ഷിയർ സ്ട്രെയിൻ ഈസ് എ മെഷർ ഓഫ് ദിസ് ഡിസ്പ്ലേസ്മെൻറ്റ് ഫ്രം എം ടു എം ഡാഷ്. ഇപ്പോൾ ഷിയർ സ്ട്രെയിൻ കണ്ടുപിടിക്കണമെങ്കിൽ ഈ ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ ഡീറ്റെയിൽസ് കിട്ടിയാൽ മതി. ആൻഡ് വേറൊരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് എന്ന് പറയുന്നത്, ഇപ്പോൾ ഒരു ടോർഷൻ എന്ന് പറയുന്നത്, ഇപ്പോൾ ഈ ഒരു ഒബ്ജക്റ്റ് 2 ഭാഗത്തും ഒരേ രീതിയിൽ നമ്മൾ ടോർഷൻ കൊടുക്കുകയാണെങ്കിൽ, ഇപ്പോൾ ഞാൻ ഇവിടുന്ന് ഇങ്ങനെ രണ്ടും ഇതൊരു ഫോഴ്സ് കൊടുക്കുകയാണ് ഈ രീതിയിലാണെങ്കിൽ ഇവിടെ ടോർക്ക് കൊടുത്താൽ ഇവിടെ ടോർഷൻ ഉണ്ടാവുന്നില്ല. കാരണം എന്താണ്, ഇത് രണ്ടും ഫ്രീ ആയിട്ട് ഇവിടെ മൂവ് ചെയ്യാണ്, ഒരു ട്വിസ്റ്റിംഗ് നടക്കുന്നില്ല, ഇവിടെ റൊട്ടേഷനേ നടക്കുന്നുള്ളൂ. ഒരു ആക്സലറേഷനിൽ ഇത് റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ നേരെ മറിച്ച് ഒരു ഭാഗം ഫിക്സ് ചെയ്തിട്ട് ഞാൻ ഇതിനെ ഇങ്ങനെ തിരിക്കുകയാണെങ്കിൽ അവിടെ ടോർഷൻ ഉണ്ടായി. കാരണം അവിടെ ഒരു ആംഗിൾ ഓഫ് ട്വിസ്റ്റ് സംഭവിച്ചിരിക്കുന്നു. ഓക്കെ ഓക്കെ, റെസിസ്റ്റിംഗ് ഫോഴ്സ് ഉണ്ട്, ഇവിടെ ഒരു റെസിസ്റ്റിംഗ് ഫോഴ്സ് ഉണ്ട്, എന്നാൽ നമ്മൾ കൊടുക്കുന്ന ഫോഴ്സിനെ ഇവിടെ റെസിസ്റ്റ് ചെയ്യുന്നു. ഓക്കെ ഫൈൻ. സോ നമ്മൾ ആദ്യത്തെ വെരി ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ടോർഷൻ ഇക്വേഷനിലേക്ക് കടക്കുന്നു. ഓക്കെ, സോ ടോർഷൻ ഇക്വേഷനിലേക്ക് കടക്കുന്നതിന് മുമ്പേ ചില അസംഷൻസ് ഉണ്ട്. ടോർഷൻ ഇക്വേഷൻ നമ്മൾ കൺസിഡർ ചെയ്യുന്ന ചില അസംഷൻസ് ഉണ്ട്. ഓക്കെ, സോ അതിൻ്റെ ആദ്യത്തെ അസംഷൻ എന്ന് പറയുന്നത് ഷാഫ്റ്റ് മെറ്റീരിയൽ ഈസ് ഹോമോജിനസ്, ഐസോട്രോപിക് ആൻഡ് ഇലാസ്റ്റിക്. ഓക്കെ, ഹോമോജിനസ് ഒരു ഷാഫ്റ്റിൻ്റെ ഇങ്ങനത്തെ ഒരു ഷാഫ്റ്റ് ഉണ്ടെങ്കിൽ ഈ ഷാഫ്റ്റ് ഈസ് കൺസിഡേർഡ് ആസ് ഐസോട്രോപിക്, ഹോമോജിനസ് ആസ് വെൽ ആസ് ഇലാസ്റ്റിക്. എന്ന് പറഞ്ഞാൽ എന്താ, നിങ്ങൾക്ക് അറിയുണ്ടാവും ഇതിൻ്റെ പ്രോപ്പർട്ടീസ്. ഹോമോജിനസ് എന്ന് പറഞ്ഞാൽ എന്താ, സി ഒരു മെറ്റീരിയലിൽ ഒരുപാട് പാർട്ടിക്കിൾസ് ഉണ്ടാവും അല്ലേ. ഈ പാർട്ടിക്കിൾസിൻ്റെ എല്ലാം
ഇതിൽ ഞാൻ 5 പാർട്ടിക്കിൾസ്, ഈ മെറ്റീരിയലുള്ള 5 പാർട്ടിക്കിൾസിനെ സ്പോട്ട് ഔട്ട് ചെയ്തു. ഓക്കെ, ഇതിൻ്റെ ഈ ഡയറക്ഷനിൽ ഉണ്ടാകുന്ന അതിൻ്റെ എല്ലാ മെറ്റീരിയൽ പ്രോപ്പർട്ടീസും, സ്ട്രെങ്ത്, ഹാർഡ്നെസ്, വാട്ട് എവർ ഇറ്റ് മേ ബി, ഓക്കെ, ആ മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് അല്ലെങ്കിൽ മെറ്റീരിയൽ പ്രോപ്പർട്ടീസ് എല്ലാം സെയിം ആണെങ്കിൽ ഈ മെറ്റീരിയൽ ഹോമോജീനിയസ് ആണ് എന്ന് പറയാം. അതായത് ഈ ഒരു മെറ്റീരിയലിലെ 5 പാർട്ടിക്കിൾസിനെ ഞാൻ എടുത്തു, അതിൻ്റെ ഈ ഡയറക്ഷനിൽ ഉണ്ടാകുന്ന അതിൻ്റെ മെറ്റീരിയൽ പ്രോപ്പർട്ടീസ് എല്ലാം സെയിം ആണെങ്കിൽ ഈ മെറ്റീരിയൽ ഹോമോജീനിയസ് ആണ് എന്ന് പറയാം. ഓക്കെ, അപ്പോൾ ഹോമോജീനിയസ് എന്ന് പറഞ്ഞാൽ മെറ്റീരിയൽ പ്രോപ്പർട്ടീസ് സച്ച് ഈച്ച് ആൻഡ് എവറി പാർട്ടിക്കിൾ ഇൻ എ മെറ്റീരിയൽ ഇൻ സിംഗിൾ ഡയറക്ഷൻ, എല്ലാം ഒരേ ഡയറക്ഷനിലുള്ള അതിൻ്റെ മെറ്റീരിയൽ പ്രോപ്പർട്ടി സെയിം ആണെങ്കിൽ അതിനെ ഹോമോജീനിയസ് മെറ്റീരിയൽ എന്ന് പറയും. എന്നാൽ ഐസോട്രോപ്പിക് എന്ന് പറഞ്ഞാലോ, ഈ ഒരു മെറ്റീരിയലിലുള്ള ഒരു പാർട്ടിക്കിൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ എല്ലാ ഡയറക്ഷനിലും, ഏത് ഡയറക്ഷനിൽ നോക്കിക്കഴിഞ്ഞാലും അതിൻ്റെ മെറ്റീരിയൽ, ആ ഒരു പാർട്ടിക്കിളിൻ്റെ മെറ്റീരിയൽ പ്രോപ്പർട്ടി ഏത് ഡയറക്ഷനിലേക്കായാലും ഒന്നാണെങ്കിൽ, സെയിം ആണെങ്കിൽ, ഇപ്പോൾ 1 എന്നുള്ള പോയിൻ്റ് ചെയ്തിട്ടുള്ള പാർട്ടിക്കിള് ഏത് ഡയറക്ഷനിൽ നോക്കിക്കഴിഞ്ഞാലും അതിൻ്റെ മെറ്റീരിയൽ പ്രോപ്പർട്ടി സെയിം ആണ് എന്നുണ്ടെങ്കിൽ അതിനെ ഐസോട്രോപ്പിക് എന്ന് പറയുന്നു. മെറ്റീരിയൽ പ്രോപ്പർട്ടി ഓഫ് എ സിംഗിൾ പാർട്ടിക്കിൾ ഇൻ എ മെറ്റീരിയൽ ആർ ഓൾ സെയിം ഇൻ ഓൾ ഡയറക്ഷൻസ്. ഇൻ ഓൾ ഡയറക്ഷൻസ് എന്ന് പറയും, ഇൻ ഓൾ ഡയറക്ഷൻസ് എന്ന് പറയാം. ഓക്കെ, നൗ തേർഡ് ഇവിടെ പറഞ്ഞിട്ടുള്ള എന്താണ്, ഇലാസ്റ്റിക്. അത് നിങ്ങൾക്ക് അറിയുണ്ടാവും. ഒരു ലോഡ് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ അത് പഴയ ഷേപ്പിലേക്ക് തന്നെ തിരിച്ചു പോകുന്നു. ഇലാസ്റ്റിക് ആയിട്ട്, ഇപ്പോൾ ഇത് ഇലാസ്റ്റിക് ആണിത്. ഇത് ഞാൻ ട്വിസ്റ്റിംഗ് മൊമെൻ്റ് കൊടുത്തു, ആ ലോഡ് റിമൂവ് ചെയ്തപ്പോൾ ഇത് പഴയ ഷേപ്പിലേക്ക് തന്നെ മാറി. ഓക്കെ, സോ ഇതാണ് ആദ്യത്തെ അസംഷൻ. നൗ സെക്കൻഡ് അസംഷൻ. Second is material of shaft is uniform throughout. എന്താണ്, ഷാഫ്റ്റിൻ്റെ മെറ്റീരിയൽ എന്ന് പറയുന്നത് യൂണിഫോം ആണ് എന്ന് പറഞ്ഞാൽ എന്താ, അതിൽ കുറച്ച് ഇവിടുന്ന് ഇതുവരെ സ്റ്റെയിൻലെസ് സ്റ്റീല്, പിന്നെ കാസ്റ്റ് അയൺ, അങ്ങനെ വേറെ വേറെ മെറ്റീരിയൽസ് അല്ല, എല്ലാം ത്രൂ ഔട്ട് ആയിട്ട്, പ്ലാസ്റ്റിക് ആണെങ്കിൽ പ്ലാസ്റ്റിക്, കാസ്റ്റ് അയൺ ആണെങ്കിൽ കാസ്റ്റ് അയൺ, സ്റ്റെയിൻലെസ് സ്റ്റീൽ ആണെങ്കിൽ സ്റ്റെയിൻലെസ്, മൈൽഡ് സ്റ്റീൽ ആണെങ്കിൽ മൈൽഡ് സ്റ്റീൽ, അങ്ങനെ ഇറ്റ് ഈസ് യൂണിഫോം. ഓക്കെ, അതിൻ്റെ ഷേപ്പും അങ്ങനെ തന്നെയാണ് ശരിക്കും. അത് അടുത്തതിൽ പറയാം. തേർഡ് പോയിന്റ്, സർക്കുലർ സെക്ഷൻ ഓഫ് ഷാഫ്റ്റ് റിമെയിൻസ് സർക്കുലർ ആഫ്റ്റർ അപ്ലൈയിങ് ടോർക്ക്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പാർട്ടാണ്. അപ്പം ഞാൻ ഇങ്ങനത്തെ ഒരു ഒബ്ജക്റ്റിൽ ഞാൻ ഇവിടെ ട്വിസ്റ്റിംഗ് മൊമെൻ്റ് കൊടുത്തു കഴിഞ്ഞാലും ഇതിൻ്റെ ഈ സർക്കുലർ ഷേപ്പ്, ഇതിന് യാതൊരു മാറ്റവും വരുന്നില്ല. ഇത് ടോർഷൻ കൊടുത്താലും കൊടുത്തു കഴിഞ്ഞാലും കണ്ടോ, ഇതിൻ്റെ ഷേപ്പ് ചേഞ്ച് വരുന്നില്ല. ഓക്കെ, അവിടെ ട്വിസ്റ്റിംഗ് മാത്രമേ നടക്കുന്നുള്ളൂ, അവിടെ ഷേപ്പിന് യാതൊരു വിധത്തിലുള്ള ചേഞ്ചും വരുന്നില്ല. ഓക്കെ, അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് ക്രോസ് സെക്ഷൻസ് ഓഫ് ദ ഷാഫ്റ്റ് വിച്ച് ആർ പ്ലെയിൻ ബിഫോർ ട്വിസ്റ്റ് റിമെയിൻ പ്ലെയിൻ ആഫ്റ്റർ ട്വിസ്റ്റ്. ക്രോസ് സെക്ഷൻസ് അതായത് ഏരിയയ്ക്ക് മാറ്റമില്ല. ഓക്കെ, ഇപ്പോൾ ഇങ്ങനത്തെ ഇതൊരു റെക്റ്റാങ്കുലറോ അങ്ങനത്തെ ഒരു പ്രത്യേക ടൈപ്പ് ഉള്ളതാണ്. ഇതിൽ ഞാൻ ടോർഷൻ കൊടുക്കുമ്പോൾ, അല്ലെങ്കിൽ ടോർക്ക് കൊടുക്കുമ്പോൾ ഇതിൻ്റെ ഓരോ ഭാഗത്തിൻ്റെ ഏരിയ മാറുന്നില്ലേ, ഇതിൻ്റെ ഷേപ്പ് മാറുന്നില്ലേ. എന്നാൽ സർക്കുലർ ആയിട്ടുള്ള ഇങ്ങനത്തെ ഒരു ഒബ്ജക്റ്റാണ് നമ്മൾ എടുക്കുന്നത് എങ്കിൽ അതിൻ്റെ ഷേപ്പ് മാറുന്നില്ല, അതിൻ്റെ പ്ലെയിനുകളും ട്വിസ്റ്റ് ഉണ്ടാവുന്നതിന് മുമ്പും ശേഷവും ഒന്ന് തന്നെയായിരിക്കും. ആംഗിൾ ഓഫ് ട്വിസ്റ്റ് ഈസ് യൂണിഫോം ത്രൂ ഔട്ട് ദ ലെങ്ത് ഓഫ് ദി ഷാഫ്റ്റ്. ഇപ്പോൾ ഈ ആംഗിൾ ഓഫ് ട്വിസ്റ്റ് തീറ്റ എന്ന് പറയുന്നത് അവസാനം വരെ സെയിം ആയിരിക്കും. ഓക്കെ, ഓൾ റേഡിയായി വിച്ച് ആർ സ്ട്രെയിറ്റ് ബിഫോർ ട്വിസ്റ്റ് റിമെയിൻ സ്ട്രെയിറ്റ് ആഫ്റ്റർ ട്വിസ്റ്റ്. അപ്പം അതായത് ഒരു റേഡിയസിൻ്റെ റേഡിയസ് ട്വിസ്റ്റ് ആവുന്നില്ല. റേഡിയസ് എന്ന് പറയുന്നത് ഇപ്പോൾ ഇതാണ് ഇതിൻ്റെ ഈ ഫേസിലുള്ള, ഇതാണ് ഈ ഫേസ് എങ്കിൽ അവിടെയാണ് ഒരു വര വരച്ചു റേഡിയസ് ആയിട്ട്. ഇത് ട്വിസ്റ്റിന് ശേഷവും റേഡിയസ് ഇവിടുന്ന് ഡിസ്പ്ലേസ് ആവും എന്നല്ലാതെ ഇതിൻ്റെ ഷേപ്പിന് മാറ്റം വരുന്നില്ല. ഇറ്റ് റിമെയിൻസ് സ്ട്രെയിറ്റ് തന്നെയായിരിക്കും. അതായത് ഇത് വളയുകയോ അങ്ങനെയൊന്നുമില്ല. ഇപ്പോൾ
ഇതൊരു റെക്റ്റാങ്കുലർ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ഷേപ്പാണെങ്കിൽ ഇപ്പം ഞാൻ ഇവിടെ ഇങ്ങനെ ഒരു ലൈൻ വരച്ചിട്ടുണ്ട് അല്ലേ, ഇത് നമ്മൾ ട്വിസ്റ്റ് ചെയ്യുമ്പോൾ ഇതിൻ്റെ കണ്ടോ ദിസ് ഈസ് ഗെറ്റിംഗ് ഡീവിയേറ്റഡ് അല്ലെങ്കിൽ ഇതിൻ്റെ ഷേപ്പ് മാറുന്നത്. എന്നാൽ സർക്കുലർ ആയിട്ടുള്ള ഒരു ഒബ്ജക്റ്റാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ അതിന് ആ ട്വിസ്റ്റ് ഉണ്ടാവില്ല. ഓക്കെ, ഇറ്റ് വിൽ ബി സ്ട്രെയിറ്റ്. ഇത്രയും അസംഷൻസ് ആണ് നമുക്ക് ടോർഷൻ ഇക്വേഷനിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. ഓക്കെ, ഇനി നമ്മൾ ഇക്വേഷൻ എങ്ങനെയാണ് വന്നത് എന്ന് നോക്കാം. ഇക്വേഷൻ്റെ ഡെറിവേഷൻ നിങ്ങൾക്ക് ആവശ്യമില്ല എങ്കിലും ഞാൻ ജസ്റ്റ് അതിൻ്റെ ഒരു കോൺസെപ്റ്റ് മാത്രമായിട്ട് പറഞ്ഞു പോകാം. ഓക്കെ, സോ നമ്മൾ പറഞ്ഞു ഒരു ഷാഫ്റ്റ് ഉണ്ട്, അതിൻ്റെ സൈഡ് വ്യൂ ആണിത്. അപ്പോൾ ആഫ്റ്റർ ടോർഷൻ ഉണ്ടായിക്കഴിഞ്ഞാൽ ഡി എന്നുള്ളത് ഡി ഡാഷ് എന്നുള്ള പോയിന്റിലേക്ക് മാറുന്നു. ഇവിടെ ഇത് ഡിയിൽ നിന്ന് ഡി ഡാഷിലേക്ക് ഇത് പോകുന്നു. ഓക്കെ, സോ ഇവിടെ ഈ ഫേസിൽ ഡിയിൽ നിന്ന് ഡി ഡാഷിലേക്ക് പോകുന്നതിൻ്റെ ആംഗിള് തീറ്റ എന്നും ഇവിടെ ഡിയിൽ നിന്ന് ഡി ഡാഷിലേക്ക് പോകുന്ന അതായത് ത്രൂ ഔട്ട് ഇറ്റ്സ് ലെങ്ത്തിൽ ഇത് ഫൈ ആയിട്ടും എടുക്കുന്നു. ഇപ്പോൾ സ്ട്രെയിൻ ഇൻ ബി ബി, ഈ ഒരു ഫേസിലുള്ള ഇതിൻ്റെ സ്ട്രെയിൻ, ഈ ഫേസിലുള്ള ബിയിലുള്ള അതിൻ്റെ സ്ട്രെയിൻ എന്ന് പറയുന്നത് ഡിയിൽ നിന്ന് ഡി ഡാഷിലേക്കാണ്. അപ്പോൾ ഡി ഡാഷാണ് അതിൻ്റെ മാറ്റം. ഓക്കെ, സ്ട്രെയിൻ എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഇൻ ലെങ്ത് എന്ന് ഉദ്ദേശിക്കുന്നത് ഇവിടെ. ഓക്കെ, അപ്പോൾ ഡിയിൽ നിന്ന് അത് ഡി ഡാഷിലേക്കായി. ഓക്കെ, അപ്പോൾ ഈ ഡിയിൽ നിന്ന് ഡി ഡാഷിലേക്ക് ഈ രണ്ട് ഡയഗ്രത്തിൻ്റെയും ബേസിൽ നമുക്ക് പറയാൻ പറ്റും. അതായത് ഡി ഡാഷ് ഈ ഒരു റെക്റ്റാങ്കിൾ എടുക്കുകയാണ്, ട്രയാങ്കിൾ എടുക്കുകയാണെങ്കിൽ സി ഡി ഡാഷ് എടുക്കുകയാണെങ്കിൽ ടാൻ ഫൈ ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ് എന്താണ് ഡി ഡാഷ് ബൈ സി ഡി. അപ്പോൾ അതിൽ നിന്ന് ഡി ഡാഷ് എന്ന് പറഞ്ഞാൽ എൽ ഇൻറ്റു ഫൈ ആണ്. കാരണം എന്താ, സി ഡി എന്ന് പറയുന്നത് ലെങ്ത് എൽ ആണ്. ഡി ഡാഷ് ഇസ് ഈക്വൽ ടു എൽ ഇൻറ്റു ഫൈ എന്ന് പറയുന്നത് കാരണം എന്താ, ടാൻ ഫൈ എന്ന് പറഞ്ഞാൽ വളരെ ചെറുതായതുകൊണ്ട് ടാൻ ഫൈന് പകരം ഞാൻ ഫൈ എന്ന് എടുക്കുന്നു. ഓക്കെ, ദാറ്റ്സ് ഓൾ. അതേപോലെ തന്നെ ഈ ആർക്ക് ഡി ഡാഷ്, ആർക്ക് ലെങ്ത് എന്ന് പറയുന്നത് എങ്ങനെയാണ്, റേഡിയസ് ഇൻറ്റു ആംഗിൾ സബ്റ്റൻഡഡ് അല്ലേ. അപ്പോൾ റേഡിയസ് എന്ന് പറയുന്നത് ഒ ഡി ഇൻറ്റു തീറ്റ. ഓക്കെ, സോ ഇവിടെ ഡി ഡാഷിന് രണ്ട് ഇക്വേഷൻ കിട്ടി. ഡി ഡാഷ് എൽ ഇൻറ്റു ഫൈ, ഡി ഡാഷ് ഈസ് ഈക്വൽ ടു ഒ ഡി ഇൻറ്റു തീറ്റ. എൽ ഇൻറ്റു ഫൈ ഈക്വൽ ടു ഒ ഡി ഇൻറ്റു തീറ്റ. അപ്പോൾ ഒ ഡി എന്ന് പറഞ്ഞാൽ റേഡിയസ് ആണ് ആർ ഇൻറ്റു തീറ്റ. അപ്പോൾ എന്താ ഈ ഫൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് രണ്ടിനെയും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഫൈ ഈസ് ഈക്വൽ ടു ആർ തീറ്റ ബൈ എൽ. ഓക്കെ, ഇനി അടുത്തത് നമുക്കറിയാം മെക്കാനിക്സ് ഓഫ് സോളിഡ്സിൻ്റെ ബേസിക്സ് നമ്മൾ പറഞ്ഞിരുന്നു. ഷിയർ സ്ട്രെസ് ബൈ ഷിയർ സ്ട്രെയിൻ എന്ന് പറയുന്നത് റിജിഡിറ്റി മോഡുലസ് ആണ് അല്ലേ. സോ ജി ഈസ് ഈക്വൽ ടു ടോ ബൈ ഫൈ, ടോ ബൈ ആർ തീറ്റ ബൈ എൽ. ഇതിനെ റീഅറേഞ്ച് ചെയ്യുമ്പോൾ ടോ ബൈ ആർ ഈസ് ഈക്വൽ ടു ജി തീറ്റ ബൈ എൽ എന്നുള്ള ഇക്വേഷൻ കിട്ടും. സോ ഇതാണ് ടോർഷൻ ഇക്വേഷൻ്റെ ഫസ്റ്റ് പാർട്ട്. ഓക്കെ, നൗ ഇതിൻ്റെ സെക്കൻഡ് പാർട്ടിലേക്ക് പോകണമെങ്കിൽ നമ്മൾ അടുത്തൊരു പാരാമീറ്ററാണ് നോക്കുന്നത്. ഓക്കെ, അതെന്താണ്, നമ്മൾ സെയിം തിങ്, അതായത് സെയിം സർക്കുലർ സെക്ഷൻ്റെ സൈഡ് വ്യൂ എടുത്തു. അതിലൊരു ചെറിയ എലമെൻറ്റ് ഓഫ് ലെങ്ത് ഡി എക്സ് എടുത്തു, വിച്ച് ഈസ് എക്സ് ഡിസ്റ്റൻസ് ഫ്രം ദി സെൻറ്റർ. മൊത്തം റേഡിയസ് ആറാണെങ്കിൽ നമ്മൾ എടുത്ത എലമെൻറ്റ് എക്സ് ഡിസ്റ്റൻസ് ആണ്, അതിൻ്റെ തിക്നെസ് എന്ന് പറയുന്നത് ഡി എക്സ് ആണ്. അപ്പോൾ ഈ ഒരു സർക്കുലർ എലമെൻറ്റിനെ ഞാൻ ജസ്റ്റ് സ്ട്രെയിറ്റ് ആയിട്ട് വെച്ച് കഴിഞ്ഞാൽ 2π ഇൻറ്റു എക്സ് അല്ലേ, 2πr ആയിരിക്കും ഇതിൻ്റെ പെരിമീറ്റർ അല്ലേ, അത് ആയിരിക്കും ഇതിൻ്റെ ലെങ്ത്ത്. അപ്പോൾ നേരെ വെക്കുകയാണെങ്കിൽ ഇൻറ്റു ഡി എക്സ്, ഈ ലെങ്ത്താണ് തിക്നെസ്സാണ് ഡി എക്സ്. ഓക്കെ, സോ നമുക്ക് ആദ്യം എന്താണ് ടോർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോഴ്സ് ഇൻറ്റു റേഡിയസ് ആണെന്ന് പറഞ്ഞു, ഡിസ്റ്റൻസ് ഫ്രം സെൻറ്റർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ ഫോഴ്സിന് നമ്മൾ ഷിയർ സ്ട്രെസ് ഇൻറ്റു ഏരിയ, കാരണം എന്താ, സ്ട്രെസ് ഇസ് ഈക്വൽ ടു ഫോഴ്സ് ബൈ ഏരിയ. സോ ഫോഴ്സ് ഇസ് ഈക്വൽ ടു സ്ട്രെസ് ഇൻറ്റു ഏരിയ. അപ്പോൾ ഷിയർ ആണ് ഇവിടെ വരുന്നത് എന്നുള്ളത്, ഷിയർ സ്ട്രെസ് ഇൻറ്റു ഏരിയ ഇൻറ്റു റേഡിയസ്. ഓക്കെ, അപ്പോൾ ഇവിടെ റേഡിയസ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ചെറിയ എലമെൻറ്റിൻ്റെ റേഡിയസ് എന്ന് പറയുന്നത് എക്സ് ആണ്. ആൻഡ് ഷിയർ സ്ട്രെസ് ടോ എക്സ് ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ ഏരിയ എന്ന് പറയുന്നത് എന്താ, 2πx. ഇത് ഈ റെക്റ്റാങ്കിൾ 2πx ആണ് ലെങ്ത്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഡി എക്സ് ഇൻറ്റു ഡി എക്സ്. ഓക്കെ, അതിനെ ഇൻറ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ടോ എക്സ് ഇൻറ്റു 2πx² ഡി എക്സ്. സോ ഈ ഒരു പ്രോസസ്സിനെ നമ്മൾ സിംപ്ലിഫൈ ചെയ്ത് വരുമ്പോൾ നമുക്ക് ടി ഈസ് ഈക്വൽ ടു πr⁴/2 ഇൻറ്റു ടോ ബൈ ആർ എന്നുള്ള എക്സ്പ്രഷനിലേക്ക് വരും. ഓക്കെ,
സോ ഇവിടെയാണ് നമുക്ക് അറിയേണ്ട പുതിയൊരു ടേം. പുതിയതല്ല, നിങ്ങൾ മെക്കാനിക്സിൽ പറഞ്ഞതിനെ റീകളക്ട് ചെയ്യേണ്ടത്. എന്താണത്? പോളാർ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ πr⁴/2 എന്നുള്ള ടേം എന്ന് പറയുന്നത് പോളാർ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യയാണ്. അത് പോളാർ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ ഫോർ സർക്കുലർ ഷാഫ്റ്റ് എന്ന് പറയുന്നത് πd⁴/32 ആണ്. ഓക്കെ, നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. ഓക്കെ, അതിന് നമ്മൾ d = 2r എന്ന് പറഞ്ഞ് കൊടുത്തു കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് πr⁴/2. സോ ഈ πr⁴/2 ഈസ് നത്തിങ് ബട്ട് j, ദാറ്റ് ഈസ് പോളാർ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ. ഓക്കെ, സോ ഈ ടേമിന് പകരം നമ്മൾ j എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. സോ യു വിൽ ഗെറ്റ് T/J = τ/r. സോ ഇതിന് മുമ്പത്തെ ഇക്വേഷനിൽ നമ്മൾ എന്ത് കിട്ടി? τ/r = gθ/L. അത് തന്നെയാണ് ഈക്വൽ ടു T/J. സോ അതിനെ എല്ലാത്തിനെയും നമ്മൾ കമ്പൈൻ ചെയ്യുമ്പോൾ വി വിൽ ഗെറ്റ് ദ ഇക്വേഷൻ T/J = τ/r = gθ/L. ഇതിനെയാണ് നമ്മൾ ടോർഷൻ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഇതിലെ ടേംസ് ഒക്കെ തന്നിട്ടുണ്ട്. T എന്ന് പറഞ്ഞാൽ ടോർക്ക്, J is polar moment of inertia, τ is shear stress, R is radius, G is rigidity modulus, θ is angle of twist and L is the length of the shaft. ഓക്കെ, സോ ഇത്രയും ഡെറിവേഷൻസ് നിങ്ങൾക്ക് ആവശ്യമില്ല. ഞാൻ ഇവിടെ സിംപ്ലിഫൈ ചെയ്തത് വേറെ ഒന്നുകൊണ്ടുമല്ല, ആ സ്റ്റെപ്സും നിങ്ങൾക്ക് എക്സാമിന് വരുന്നില്ല. ബട്ട് ഇതിൻ്റെ കോൺസെപ്റ്റ് ഇവിടെ നിന്നാണ് വന്നതെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും പറഞ്ഞത്. മെയിൻ തിങ് നിങ്ങൾ പഠിക്കേണ്ടത് ഈ ഇക്വേഷനാണ്. ഓക്കെ, ടോർഷൻ ഇക്വേഷൻ എന്ന് പറയുന്നത് ഇതാണ്. ഓക്കെ, സോ അടുത്തെന്ന് പറഞ്ഞാൽ, സോ ഈ ടോർഷൻ ഇക്വേഷനിൽ നിന്നുള്ള അതിൻ്റെ അനാലിസിസ് ആണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. സോ ഈ ടോർഷൻ ഇക്വേഷൻ നമ്മൾ T/J = τ/r ആണെന്ന് പറഞ്ഞു. സോ ഇതിന് ഞാൻ റീഅറേഞ്ച് ചെയ്തപ്പോൾ τ is equal to, അതായത് τ എന്ന് പറഞ്ഞാൽ ഷിയർ സ്ട്രെസ് T/J × r. സോ അതുകൊണ്ട് ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത് എന്താണ്? ഷിയർ സ്ട്രെസ് കൂടുമ്പോൾ റേഡിയസ് കൂടുക, അല്ലെങ്കിൽ നേരെ തിരിച്ച്, റേഡിയസ് കൂടുതലാണെങ്കിൽ ഷിയർ സ്ട്രെസ്സും കൂടുതലായിരിക്കും. അതായത് ഇത് രണ്ടും ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണലാണ്, ഇൻവേഴ്സ് അല്ലല്ലോ. സോ ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണലാണ് എന്ത്? ഷിയർ സ്ട്രെസ്സും റേഡിയസും. അപ്പം അതായത് ഇപ്പം നമ്മളൊരു സർക്കുലർ സെക്ഷൻ എടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ റേഡിയസ് കൂടുംതോറും എന്താണ്? ഷിയർ സ്ട്രെസ് കൂടിക്കൊണ്ടേയിരിക്കും. മനസ്സിലായോ? സോ ഇതിൻ്റെ ഏറ്റവും എക്സ്ട്രീം എൻഡിലായിരിക്കും ഏറ്റവും കൂടുതൽ ഷിയർ സ്ട്രെസ്. ഓക്കെ, മാക്സിമം ഷിയർ സ്ട്രെസ് ഈ പോയിന്റ്, അതായത് R = O അല്ലെങ്കിൽ R = 0 എന്നുള്ള ഈ പോയിന്റിൽ, ഇതിൽ ആറിന് 0 കൊടുത്ത് എന്തായിരിക്കും? ഷിയർ സ്ട്രെസ്സും 0 ആയിരിക്കും. അപ്പോൾ ഇതിൻ്റെ സെൻറ്ററിൽ ഷിയർ സ്ട്രെസ് ഒന്നും ഉണ്ടാവില്ല, എന്നാൽ അതിൻ്റെ എക്സ്ട്രീം എൻഡിലായിരിക്കും ഏറ്റവും കൂടുതൽ ഷിയർ സ്ട്രെസ്. അതാണ് ഇവിടെ പറയുന്നത്. ഷിയർ സ്ട്രെസ് ഈസ് മാക്സിമം അറ്റ് ഔട്ടർ സർഫസ് ആൻഡ് 0 അറ്റ് സെൻറ്റർ. R 0 ആയതുകൊണ്ട് ഇതിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് 0 ആസ് ഷിയർ സ്ട്രെസ്. ഓക്കെ, ഇനി ഇത് തന്നെ ഹോളോ ഷാഫ്റ്റിൽ നോക്കി നോക്കൂ. ഹോളോ ഷാഫ്റ്റ് ആണെങ്കിൽ എഗെയിൻ സെൻറ്ററിൽ 0 ആണ്. ഇവിടെ മുതൽ ഇതുവരെ ഇതിന് എന്തില്ല? ഷിയർ സ്ട്രെസ് ഉണ്ടാവില്ല. കാരണം അവിടെ ഒന്നുമില്ല, സോളിഡ് അല്ല, മെറ്റീരിയൽ ഇല്ല. ഷിയർ സ്ട്രെസ് ഇവിടുന്നേ തുടങ്ങുള്ളൂ. അപ്പോൾ ഇവിടെ ഉണ്ടാവും, ഇവിടെ ഉണ്ടാവും, ഇവിടെ ഉണ്ടാവും, ഇവിടെ ഉണ്ടാവും. ഏറ്റവും മാക്സിമം ഇവിടെയാണ്, മിനിമം ഇവിടെ ആയിരിക്കും. റേഡിയസ് കൂടുന്തോറും ഷിയർ സ്ട്രെസ് കൂടിക്കൊണ്ടേയിരിക്കും. ഓക്കെ, റൈറ്റ്. ഞാൻ അടുത്തത് കുറച്ച് ടേംസ് ആണ്. അതായത് പോളാർ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ റീകളക്ട് ചെയ്യുക, അതിൻ്റെ ഫോർമുലാസ്. ഫോർ സോളിഡ് സർക്കുലർ ഷാഫ്റ്റിൻ്റെ കേസിൽ പോളാർ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ എന്ന് പറയുന്നത് π/32 d⁴. എന്താണ് പോളാർ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ എന്നത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇറ്റ്സ് നത്തിങ് ബട്ട് റെസിസ്റ്റൻസ് ടു റൊട്ടേഷൻ. റൊട്ടേറ്റ് ചെയ്യാനുള്ള റെസിസ്റ്റൻസ്. നമ്മളിതിനെ ഒരു ഫോഴ്സ് കൊടുത്ത് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ അതിനെതിരെ ആക്ട് ചെയ്യുന്ന, അതിൻ്റെ ജോമെട്രിക്കലായിട്ട് ആക്ട് ചെയ്യുന്ന അതിൻ്റെ റെസിസ്റ്റൻസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പോളാർ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇതാണ് പോളാർ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ ഓഫ് സോളിഡ് സർക്കുലർ ഷാഫ്റ്റ്. എന്നാൽ ഹോളോ ആകുമ്പോൾ എന്താണ്? d⁴ പകരം ഇവിടെ ഔട്ട്സൈഡും ഇൻസൈഡും ഡയമീറ്റർ ഉണ്ട്. d⁴ -di⁴. d0 എന്ന് പറഞ്ഞാൽ ഔട്ടർ ഡയമീറ്റർ, di എന്ന് പറഞ്ഞാൽ ഇന്നർ ഡയമീറ്റർ. സോ ഇതിനെ നമുക്ക് വേറെ, ഇതാണ് പോളാർ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ ഫോർ ഹോളോ സർക്കുലർ ഷാഫ്റ്റ്. ഇതിനെ ഒന്നും കൂടി ചിലപ്പോൾ ക്വസ്റ്റ്യനിൽ സിംപ്ലിഫൈ ചെയ്യുന്ന ടൈപ്പിൽ കാണാം. അപ്പം അതുകൊണ്ടാണ് ഞാൻ ഇതിനെ വേറൊരു ടേമിലേക്കും കൂടി മാറ്റിയിരിക്കുന്നത്. ഇവിടെ എന്താണ്? d⁴ ഞാൻ കോമൺ ആയിട്ട് എടുത്തു. അപ്പോൾ 1 - di⁴
ബൈ ഡി നോട്ട് പവർ 4 വരും അല്ലേ, റൈറ്റ്. ഇനി ഞാൻ ഡി ഐ ബൈ ഡി നോട്ട് എന്ന് പറയുന്നത് ജസ്റ്റ് ഞാൻ അസ്യൂം ചെയ്യാണ്. അത് എൻ്റെ എഴുതാനുള്ള സിംപ്ലിഫിക്കേഷന് വേണ്ടി മാത്രം ഞാൻ എഴുതുകയാണ്. ഡി ഐ ബൈ ഡി നോട്ടിന് ഞാൻ കെ എന്ന് പറഞ്ഞ് കൊടുക്കുന്നു. അപ്പം അങ്ങനെ ആകുമ്പോൾ ഇവിടെ ഈ ഒരു ടേം കെ റൈസ് ടു 4 ആവും. ഓക്കെ, സോ ഇതാണ് ഇതിൻ്റെ ബേസിക് ഇക്വേഷൻ. അതിനെ ഞാൻ ചിലപ്പോൾ ക്വസ്റ്റ്യൻസിൽ ഇങ്ങനെ വന്നേക്കാം, ഈ ഒരു ഫോമുലോ അല്ലെങ്കിൽ കെയുടെ ഫോമുലോ വന്നേക്കാം. ഓക്കെ, സോ മെയിൻലി ഈ ഒരു ഫോമിലേക്ക് മാറ്റിയിട്ട് പലപ്പോഴും കാണാറുണ്ട്. ഓക്കെ, ഫൈൻ. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറയുന്നത് സ്ട്രെങ്ത് ഓഫ് എ ഷാഫ്റ്റ്. ഒരു ഷാഫ്റ്റിൻ്റെ സ്ട്രെങ്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? ഓക്കെ, സോ സ്ട്രെങ്ത് ഓഫ് എ ഷാഫ്റ്റ് ഈസ് ദ ലോഡ് ക്യാരിങ് കപ്പാസിറ്റി ഓഫ് ദി ഷാഫ്റ്റ്. അപ്പോൾ ഇതൊരു ഷാഫ്റ്റ് ആണെങ്കിൽ ഇതിൻ്റെ സ്ട്രെങ്ത് എന്ന് പറയുന്നത് എത്രത്തോളം സ്പീഡിൽ ഇതിനെ റൊട്ടേറ്റ് ചെയ്യാൻ പറ്റുമെന്നോ അല്ലെങ്കിൽ എത്രത്തോളം ലോഡ് ഈ ഷാഫ്റ്റിൽ ക്യാരി ചെയ്യാൻ പറ്റും, എന്നിട്ട് പവർ ട്രാൻസ്മിറ്റ് ചെയ്യാൻ പറ്റും. അതാണ് ഒരു തരത്തിൽ സ്ട്രെങ്ത് ഓഫ് എ ഷാഫ്റ്റ് എന്ന് പറയുന്നത്. എബിലിറ്റി ടു റെസിസ്റ്റ് പ്ലാസ്റ്റിക് ഡിഫോർമേഷൻ. ഇപ്പോൾ സ്ട്രെങ്ത് ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെ പ്ലാസ്റ്റിക്കിൽ ഡിഫോം ആവാൻ പാടില്ല, ഇത് റൊട്ടേറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കണം അല്ലേ. ഒരു ടോർക്ക് അപ്ലൈ ചെയ്യുമ്പോൾ അത് ഏതറ്റം വരെ അതിനെ റെസിസ്റ്റ് ചെയ്യാൻ പറ്റും, അതിൻ്റെ ഡിഫോർമേഷനെ, പ്ലാസ്റ്റിക് ഡിഫോർമേഷനെ. അതിനെയാണ് നമ്മൾ സ്ട്രെങ്ത് എന്ന് പറയുന്നത്. ചുരുക്കി പറഞ്ഞാൽ മാക്സിമം ടോർക്ക് ദാറ്റ് എ ഷാഫ്റ്റ് ക്യാൻ ട്രാൻസ്ഫർ വിത്തൗട്ട് ഡിഫോർമേഷൻ ഓർ ട്വിസ്റ്റ്. എത്രത്തോളം ടോർക്ക് അതിന് ക്യാരി ചെയ്യാൻ പറ്റും. ഓക്കെ, ടോർക്ക് കൂടുന്തോറും ദാറ്റ് മീൻസ് ദ ഷാഫ്റ്റ് ഈസ് അത്രയും സ്ട്രെങ്ത്താണ് അതിന്. ഓക്കെ, സോ നമ്മൾ നമ്മുടെ ടോർഷൻ ഇക്വേഷനിൽ പോയിട്ട് ടി ബൈ ജെ ഇസ് ഈക്വൽ ടു ടോ ബൈ ആർ, ഇതിൽ നിന്ന് നമ്മൾ ടോർക്ക് എത്രയാണ്, സ്ട്രെങ്ത് ഓഫ് എ ഷാഫ്റ്റ് എന്ന് പറയുന്നത് ഇസ് നത്തിങ് ബട്ട് ടോർക്ക് ടി. ഇപ്പോൾ ടി ബൈ ജെ ഇസ് ഈക്വൽ ടോ ബൈ ആർ എന്ന് പറഞ്ഞാൽ നമ്മളിതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. സോളിഡ് ഷാഫ്റ്റ് ആണെങ്കിൽ ജെ എന്ന് പറയുന്നത് പൈ ബൈ 32 ഡി പവർ 4 ആണ്, അത് ഇതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട്. ആർ എന്ന് പറയുന്നത് ഡി ബൈ 2 ആണ്, അത് ഇതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. സോ ടോർക്ക് എന്ന് പറയുന്നത് യു വിൽ ഗെറ്റ് ഒരു സോളിഡ് ഷാഫ്റ്റിൻ്റെ കേസിൽ പൈ ബൈ 16 ഡി ക്യൂബ് ഇൻറ്റു ടോ. ദിസ് ഈസ് ഫോർ സോളിഡ് ഷാഫ്റ്റ്. നേരെ മറിച്ച് നമ്മൾ ഹോളോ സർക്കുലർ ഷാഫ്റ്റ് ആണെങ്കിലോ ജെയുടെ വാല്യൂ മാത്രം, കോൺസെപ്റ്റ് എല്ലാം സെയിം തന്നെ, ടോർക്ക് കണ്ടുപിടിക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. ജെ എന്ന് പറയുന്നത് പൈ ബൈ 32 ഡി നോട്ട് പവർ 4 മൈനസ് ഡി ഐ പവർ 4. അതിനെ നമ്മൾ നേരെ ഈ ഇക്വേഷനിലേക്ക്, ഇവിടെ നമുക്ക് ഡി നോട്ടിനെ ക്യാൻസൽ ചെയ്യണം എന്നുള്ളത് കൊണ്ട് ഈ ഡി നോട്ട് പവർ 4നെ നമ്മൾ പുറത്തേക്ക് എടുത്ത് ചെയ്യേണ്ടി വരും. ഓക്കെ, ഡി നോട്ട് പവർ 4നെ പുറത്തേക്ക് എടുത്ത് 1 മൈനസ് ഡി ഐ പവർ 4 ബൈ ഡി നോട്ട് പവർ 4. ഓക്കെ, അപ്പോൾ അങ്ങനെ കിട്ടുന്ന ആൻസറാണ് പൈ ബൈ 16 ഡി നോട്ട് ക്യൂബ് ടോ ഇൻറ്റു 1 മൈനസ് ഡി ഐ പവർ 4 ബൈ ഡി നോട്ട് പവർ 4. ഇത് ഡി ഐ ബൈ ഡി നോട്ടിന് ഞാൻ കെ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ കെ പവർ 4 ആവുന്നു. ഓക്കെ, സോ ഇതിനു മുമ്പ് നമ്മൾ പറഞ്ഞ അതേ കോൺസെപ്റ്റ്സ് തന്നെയാണ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ പേഴ്സണലി ചോദിക്കേണ്ടതാണ്. ഓക്കെ, നൗ അടുത്ത ഒരു ചെറിയ ടോപ്പിക് എന്ന് പറയുന്നത്, അടുത്തൊരു കോൺസെപ്ച്വൽ ടോപ്പിക് എന്ന് പറയുന്നത് ടോർഷണൽ റിജിഡിറ്റി. ടോർഷണൽ റിജിഡിറ്റി ഈസ് നത്തിങ് ബട്ട് റിജിഡിറ്റി ഓഫ് എ മെറ്റീരിയൽ ടു ടോർക്ക്. അതായത് ടോർക്ക് എത്രത്തോളം റിജിഡായിട്ടാണ്, ഒരു മെറ്റീരിയൽ എത്രത്തോളം റിജിഡായിട്ടാണ്, അതിൻ്റെ സ്ട്രെങ്ത് ആണ് ഉദ്ദേശിക്കുന്നത്. റിജിഡിറ്റി ഓഫ് എ മെറ്റീരിയൽ ടു ടോർക്ക്. ഓക്കെ, അത് എത്രത്തോളം ഉണ്ട് എന്നുള്ളതാണ്, മെറ്റീരിയലിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു പ്രോപ്പർട്ടി ആണെന്ന് വേണമെങ്കിൽ പറയാം. ഓക്കെ, സോ എബിലിറ്റി ഓഫ് എ ഷാഫ്റ്റ് ടു റെസിസ്റ്റ് ട്വിസ്റ്റ് ഓഫ് എ ഷാഫ്റ്റ് വെൻ സബ്ജക്റ്റഡ് ടു ടോർക്ക്. ഓക്കെ, ട്വിസ്റ്റിനെ എത്രത്തോളം അതിന് നിർത്താൻ പറ്റും. ഓക്കെ, അല്ലെങ്കിൽ ടോർക്ക് റിക്വയർഡ് ടു പ്രൊഡ്യൂസ് യൂണിറ്റ് ലെങ്ത് ഓഫ് ഷാഫ്റ്റ്. ഒരു യൂണിറ്റ് ലെങ്ത്, ഒരു സെൻറ്റിമീറ്റർ അല്ലെങ്കിൽ 1 മില്ലിമീറ്റർ ഷാഫ്റ്റിൽ എത്ര ടോർക്ക് അതിന് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. ഇതിനൊക്കെയാണ് നമ്മൾ ടോർഷണൽ റിജിഡിറ്റി എന്ന് പറഞ്ഞത്. അതായത് പ്യൂർലി ഇത് ഒരു മെറ്റീരിയലിനെ ഡിപ്പെൻഡ് ചെയ്യുന്നതാണ്. അതായത് ഒരു മെറ്റീരിയൽ സ്ട്രോങ് ആയിട്ടുള്ള മെറ്റീരിയൽ ആണെങ്കിൽ ടോർഷണൽ റിജിഡിറ്റി കൂടിയതാണ് എന്നർത്ഥം. അതല്ല കുറഞ്ഞ മെറ്റീരിയൽ വീക്കാണെങ്കിൽ റിജിഡിറ്റിയും കുറവായിരിക്കും. ഓക്കെ, സോ ഇതിന് ടോർഷണൽ റിജിഡിറ്റി 1-2 ടൈപ്പിൽ ചിലപ്പോൾ ക്വസ്റ്റ്യൻസ് വരാം. ബേസിക്കലി ഇത് ടോർക്കാണ്. ഓക്കെ, സോ ടോർക്ക് ഫോർ എ യൂണിറ്റ് ട്വിസ്റ്റ്, എത്രത്തോളം ട്വിസ്റ്റ്, യൂണിറ്റ് ട്വിസ്റ്റുകളിലോ അല്ലെങ്കിൽ ട്വിസ്റ്റിനനുസരിച്ച് എത്രത്തോളം ടോർക്ക് അത് പ്രൊഡ്യൂസ് ചെയ്യണു. സോ നമുക്കിവിടെ വരുന്ന ടേം എന്ന് പറഞ്ഞാൽ ടി ബൈ തീറ്റയാണ് വരേണ്ടത്. ടി ബൈ ജെ ഇസ് ഈക്വൽ ടു ജി തീറ്റ ബൈ എൽ എന്നുള്ളത് ടോർഷൻ ഇക്വേഷനിലുണ്ട്. അപ്പോൾ ഈ തീറ്റ ഇങ്ങോട്ട് കൊണ്ടുവന്ന് ജെ അങ്ങോട്ട് കൊണ്ടുപോകാം. ടി ബൈ തീറ്റ ഇൻറ്റു എൽ ഇസ് ഈക്വൽ ടു ജി ജെ.
ഇപ്പോൾ എല്ലിനെ ലെങ്ത്ത് 1 മീറ്ററോ അല്ലെങ്കിൽ 1 സെൻറ്റിമീറ്ററോ 1 മില്ലിമീറ്ററോ ഒക്കെ ആണെങ്കിൽ T/θ = GJ എന്ന് പറഞ്ഞിട്ട് കിട്ടും, which is nothing but torsional rigidity. If theta is also equal to 1, torque എന്ന് പറയുന്നത് GJ എന്ന് പറഞ്ഞാലും ടോർഷണൽ റിജിഡിറ്റി തന്നെയാണ്. ഓക്കെ, യെസ്. നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് പാർട്ട് എന്ന് പറയുന്നത് ഇറ്റ്സ് അബൌട്ട് പോളാർ മോഡുലസ്. പോളാർ മോഡുലസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ്സ് നത്തിങ്, ഇത് ജസ്റ്റ് ഒരു ടേം ആണ്, റേഷ്യോ ഓഫ് പോളാർ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ ടു റേഡിയസ് ഓഫ് ദ ഷാഫ്റ്റ്. ഓക്കെ, ZP എന്നാണ് ഡിനോട്ട് ചെയ്യുക. ഓക്കെ, സോ പോളാർ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ ഈസ് J ആൻഡ് റേഡിയസ് ഇസ് R. J/R എന്നുള്ള ടേമിനെയാണ് ZP എന്ന് പറഞ്ഞത്. എഗെയിൻ നമ്മൾ ടോർഷൻ ഇക്വേഷനിൽ ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത് T/J = τ/R. ഈ Jനെ ഇങ്ങോട്ട് കൊണ്ടുവന്നു, അപ്പോൾ J/R എന്നുള്ള ടേം ഉണ്ടാവും. അതിനെയാണ് നമ്മൾ പോളാർ മോഡുലസ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ZP ഈസ് നത്തിങ് ബട്ട് J/R. ഇനി ഈ പോളാർ മോഡുലസ് സോളിഡ് ഷാഫ്റ്റിനും ഹോളോ ഷാഫ്റ്റിലും എന്തൊക്കെയായിരിക്കും? J നമുക്കറിയാം സോളിഡ് ഷാഫ്റ്റിൻ്റെ π/32 d⁴ ആണ് d/2, റേഡിയസിന് പകരം d/2. അപ്പോൾ ZP = πd³/16 സോളിഡ് ഷാഫ്റ്റിൽ. ഓക്കെ, എന്നാൽ ഹോളോ ഷാഫ്റ്റിലോ? ഹോളോ ഷാഫ്റ്റിൽ J എന്ന് പറയുന്നത് ഇതാണ് അല്ലേ? അപ്പോൾ അത് നേരിട്ട് ആ ഇക്വേഷനിൽ J/R-ന് d/2 എന്ന് പറയുമ്പോൾ ഇവിടെ ഔട്ടർ ഡയമീറ്റർ /2 ആണ്. ഓക്കെ, അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് πd⁻³/16 × 1 - di⁴/d⁻⁴. ഇതിനെ നമുക്ക് k ആയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ 1 - k⁴ എന്ന് പറഞ്ഞ് ആൻസർ കിട്ടും. ഓക്കെ, ആൻഡ് ലാസ്റ്റ് പാർട്ട് ഈസ് പവർ. വെരി ഇമ്പോർട്ടൻറ്റ്. എന്താണ് പവർ? ഒരു ഷാഫ്റ്റിനെ സംബന്ധിച്ച് അല്ലെങ്കിൽ ടോർഷണൽ ഞാൻ പറഞ്ഞു, ഷാഫ്റ്റ് എന്ന് പറയുന്നത് എന്തിനാണ്? പവർ ട്രാൻസ്മിറ്റ് ചെയ്യുന്നതാണ്. എത്രത്തോളം പവർ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്, അപ്പോൾ ആ പവറിൻ്റെ ഫോർമുല നമുക്ക് തീർച്ചയായിട്ടും അറിയേണ്ടതാണ്. ഓക്കെ, സോ പവർ ട്രാൻസ്മിറ്റഡ്, ഒരു ഷാഫ്റ്റ് ട്രാൻസ്മിറ്റ് ചെയ്യുന്ന പവറിനെ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? 2π/NT/60, where T is torque, N is number of revolutions or number of turns. ഓക്കെ, ഓൾസോ മുമ്പ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും മെക്കാനിക്സിൽ ആംഗുലർ ആക്സിലറേഷൻ ഈസ് നത്തിങ് ബട്ട് ω = 2πN/60. ഓക്കെ, സോ ഇതിനെ 2πN/60ക്ക് പകരം നമ്മൾ ω എന്ന് കൊടുത്തു കഴിഞ്ഞാൽ പവർ എന്ന് പറഞ്ഞാൽ Tω. ഈ രണ്ട് ടേംസിൽ അല്ലെങ്കിൽ രണ്ട് രീതിയിൽ നമുക്ക് പവറിനെ ഡിനോട്ട് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ സോ ഈ പവർ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ഈ ടോർക്ക് ഇതിലുള്ള അല്ലെങ്കിൽ പവർ കണ്ടുപിടിക്കാൻ ടോർക്ക് വേണമെങ്കിൽ ഈ ടോർക്ക് എവിടെ നിന്ന് കിട്ടും? അതിന് നമ്മൾ ടോർഷൻ ഇക്വേഷൻ T/J = τ/R = gθ/L എന്നുള്ള ആ ഇക്വേഷൻസിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് ദ ടോർക്ക്. ഓക്കെ, ആൻഡ് നമ്മുടെ ഫൈനൽ തിങ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു ഷാഫ്റ്റിൽ എത്ര പവർ കണ്ടുപിടിക്കാവുന്നതാണ്. അപ്പോൾ അതിൻ്റെ ഒരു പ്രീ റിക്വസിറ്റാണ് ടോർഷൻ ഇക്വേഷനിൽ നിന്നുള്ള ടോർക്ക് കണ്ടുപിടിക്കൽ. ഓക്കെ, അതിൽ നിന്ന് ഇതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റെ പവർ കിട്ടുന്നു. സോ ഇത്രയും പാർട്ടാണ് നമുക്ക് ഈ ഒരു ലെക്ചറിലൂടെ കവർ ചെയ്യാൻ, ടോർഷൻ ലെക്ചറിലൂടെ കവർ ചെയ്യുന്നത്.